മച്ചന്മാരെ എന്ത് വെയിലല്ലേ, ഭയങ്കര വെയിൽ. ക്ലൈമറ്റ് ഒരുമാതിരി ആകെ പ്രാന്ത് പിടിക്കുന്നു, വേർത്തൊഴുകാണ്. എന്ത് ചെയ്യൊരു വെള്ളം നല്ല വെള്ളം കിട്ടിയായിരുന്നു കുടിച്ചു കഴിഞ്ഞാൽ അതെങ്കിലും പറ്റുമായിരുന്നു. എന്ത് ചെയ്യും അല്ലേ, നമുക്കെന്നാലേ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ അല്ലേ? എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കുക. എന്തായാലും ഭയങ്കര വെയിൽ, ക്ലൈമറ്റിൽ മൊത്തം വെയിൽ പിടിച്ചിരിക്കുന്നു. നല്ല വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ നല്ല കൂളാവും അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, സ്പെഷ്യലായിട്ടേ കുമ്മട്ടിങ്ങ ഷെയ്ക്ക് അടിക്കാം. കുമ്മട്ടി അതായത് നമ്മളെ തണ്ണീർമത്തൻ തിരങ്ങളിലെ തണ്ണിമത്തൻ നമുക്ക് വെറൈറ്റി ആയിട്ട് ഷെയ്ക്ക് അടിച്ച് കുടിച്ച് നോക്കിയാലോ? അതും വെറൈറ്റി രീതിയിൽ സർവ് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് കുമ്മട്ടിങ് വാങ്ങിയിട്ട് കേട്ടാ. ഓക്കെ, നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ വലിയ കുമ്മട്ടിങ് നോക്കി എടുക്കാം കേട്ടാ. നല്ലതും അത്യാവശ്യം വലുതാണ് അല്ലേ? അപ്പോൾ ഇതന്നെ എടുക്കാം. എടുത്തോട്ടാ. യെസ്, നമ്മ ഒരു നല്ല ജിമ്മിട്ടം കുമ്മട്ടി തന്നെ നോക്കി എടുത്തിട്ടുണ്ട്, നല്ല വലുത് നോക്കി എടുത്തിട്ടുണ്ട്. ഇവനെ നമുക്ക് ഇനി കട്ട് ചെയ്യണം. കട്ട് ചെയ്യാൻ കത്തി എടുത്തിട്ടുണ്ട്. മച്ചന്മാരെ, നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തി തരാം. MTFE AI റോബോട്ടിക്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് MTFE എന്ന് പറയുന്നത്. MTFEയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഹാർഡ് വർക്കും കാര്യങ്ങളൊന്നും വേണ്ട. അതായത് മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്ത് കുറേ ടൈമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടി AI ആണ് ട്രേഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രായക്കാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുമെന്നാണ് MTFE എന്ന് പറയുന്നത്. AI ട്രേഡിംഗ് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. അതായത് വൈകുന്നേരം 5 മണിക്ക് നമ്മൾ ഈ ഒരു AI ട്രേഡിങ്ങിന്റെ ഓപ്ഷൻ ഓൺ ആക്കി കഴിഞ്ഞാൽ രാത്രി 11:30 ആകുമ്പോൾ നമുക്കത് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് AI തന്നെ ആ ടൈമിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് 4 ലെവലിൽ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. MTFEയിലെ ബേസിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് $26 അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൽ 4 ലെവലിലാണ് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. നമുക്ക് ഓരോന്നിന്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് പോലെ തന്നെയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ട് 40% വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് മന്ത്ലി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ MTFEയിൽ രജിസ്റ്റർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു പ്രൊമോ കോഡ് തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രൊമോ കോഡിന്റെ ടീമിന്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ബേസിക് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യണം $26 കൂടെ 1 മന്ത് വരെ കൂടെ നിന്ന് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 30 USDT, അതായത് 2600 രൂപ ക്യാഷ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പ്രൊമോ കോഡിലുള്ള ഗ്രൂപ്പ് കൊടുത്തേക്കുന്ന പോലെ മറ്റു ഗ്രൂപ്പുകളൊന്നും കൊടുത്തിട്ടില്ല ഇത്രയും വലിയൊരു ഓഫർ. കാരണം നിങ്ങൾക്ക് എന്ത് വേണ്ടെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് കോൺടാക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സിമ്പിൾ ഏണിംഗ് പ്ലാറ്റ്ഫോം കൂടിയാണ്. അതുപോലെ തന്നെ USDTയിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ബൈനാൻസ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നേരിട്ട് തന്നെ USDT ആയിട്ട് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബൈനാൻസ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഈ പ്രൊമോ കോളിലുള്ള ടീമിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നേരിട്ട് മീറ്റ് ചെയ്യുകയോ ഫോൺ വഴിയോ കോൺടാക്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് അവർ തന്നെ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. MTFE ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ ട്രേഡിംഗ് ആയതുകൊണ്ട് വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് എന്തായാലും ഇത് ആദ്യം ടോപ്പ് പൊസിഷൻ എത്തിക്കളയാട്ടാ. നല്ല സൂപ്പർ സാധനം കേട്ടാ, നല്ല ചുവന്നിരിക്കുന്നുണ്ട്, കിഡിലാണെന്ന് തോന്നുന്നുണ്ട്. പിന്നെ നമ്മ ഇനി ജ്യൂസ് ആക്കാൻ പോവാണ്. അതിന് വേണ്ടി നമുക്ക് ഇവിടെ നൈസായിട്ട് വെച്ചിട്ട് നൈസായിട്ട് കുറച്ചായിട്ട് കോരി നമ്മ ഈ പാത്രത്തിലേക്ക് ഇടണം കേട്ടോ. അതാണ്, അല്ലാണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം നമ്മളെ സർവിങ് വേറെ രീതിയിലാണല്ലോ. നൈസായിട്ട് റൗണ്ട് ചെയ്തെടുക്കാം. ഓ അതിനെ കഴിച്ചു നോക്കി ടേസ്റ്റ് നല്ലതാണോ നോക്കി അധികം കുമ്മട്ടിങ്ങ. ഓക്കെ, നല്ലതാണോ? അടിപൊളി, അത് മതി. പിന്നെ നമുക്ക് ധൈര്യത്തോടെ ജ്യൂസ് ഉണ്ടാക്കാം. ഓക്കെ, നല്ല സാധനം കേട്ടോ. ഇപ്പൊ തന്നെ വെറുതെ വേണമെങ്കിൽ കോരി കുടിക്കാം, അത്ര അടിപൊളിയാണ്. മധുരം കണ്ടേ? നല്ല മധുരം ഉണ്ടോ? ഉണ്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞോ. ഓക്കെ, ഇടും. നൈസല്ലേ? ഓക്കെ, ഇതൊക്കെ നമ്മൾ പാലും എടുത്തിട്ടുണ്ട്. ഇനി നൈസായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പാലിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ്. പച്ചപ്പാല്. ഓഹോ, ഇത്ര മതിയാ? തൽക്കാലം ഇത്ര കിടക്കട്ടെ, ബാക്കി പിന്നെ അടിക്കാം. എന്നിട്ട് കുറച്ച് കുമ്മട്ടിങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നല്ല ഫ്രഷ് കുമ്മട്ടിങ്ങ, നല്ല ഫ്രഷ് പാലേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആകുമ്പോൾ ഇടും. ഇങ്ങനത്തെ അടിച്ച് വരുമ്പോൾ സൂപ്പറായിരിക്കും അല്ലേ? സെറ്റ് ഇട്ടാ. കുമ്മട്ടിയുടെ മൂടിയുമെന്നുള്ളതും കൂടി ചെത്തി. കൊതി ആരെയോ കൊതി.
അത് പോയി പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ബാക്കി എടുക്കാം. ഓക്കെ, നല്ല രീതിക്ക് അത്യാവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് വേണ്ട, ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ, അല്ല ഷുഗറൊന്നും ഇല്ല എന്നാലും ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങളുടെ അടിച്ചങ്ങോട്ട് എടുക്കാം, മിക്സി ഇങ്ങോട്ട് അടിച്ചെടുക്കാം. സെറ്റ്. ഓക്കെ, നമ്മളെ ഈ പൈപ്പാണ് നമ്മൾ ഇതിന് വെച്ച് കൊടുക്കാൻ പോണത് നമ്മളെ സർവിങ്ങിനായിട്ട്. ഇതാണ് നമ്മളെ പൈപ്പ്. ഈ പൈപ്പിൽ കൂടിയാണ് നമ്മളെ ജ്യൂസ് വരാൻ പോണത്. അടിപൊളിയായിരിക്കും അല്ലേ? നമ്മളെ കുമ്മട്ടിക്കടെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹോൾ ഇട്ടാൽ കറക്റ്റ് കിട്ടുമെന്ന് അറിയില്ല. കുറച്ച് അടിയിക്കിട്ട് ചെരിവ് വരാത്ത ഭാഗത്തായിട്ട് നമുക്ക് ഹോൾ ഇടാം കേട്ടോ. ഏകദേശം പൈപ്പിൻ്റെ അളവ് വരാൻ പാടുള്ളൂ. കുറച്ച് കൂടിക്കഴിഞ്ഞാൽ സൈഡിൽ കൂടി ലീക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പക്കാ പെർഫെക്റ്റ് കിട്ടുമെന്ന് അറിയില്ല. എങ്കിലും നമുക്ക് നോക്കാം. നോക്കിയേ, ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഹോൾഡാണ്. ഇത്ര ചെരുവിക്ക് വരുന്നില്ല, കുറച്ച് മുകളിലായിട്ട് ഇടാം. ഇതെല്ലാം ഇടാം. ഇത് നമ്മൾ അടിപൊളി ഹോൾ ഇടാണ്. അപ്പുറത്തേക്ക് പക്കയായിട്ട് വരണം, എന്നാൽ വലിയ ഹോൾ ആവരുത്. കുഴപ്പമില്ല, വലിയ ഹോൾ ആവണില്ല. ആഹാ, നല്ല ഹോള് അല്ലേ? നല്ല ഹോളല്ലേ? ചെറുതാണ് ഹോള് ചെറുതാണ്. നമുക്ക് കുറച്ചും കൂടി വലുതാക്കണം കേട്ടോ, ഒരു പൊടിക്കും കൂടി വലുതാക്കണേ. ഓക്കെ, ഇത് സെറ്റ് തിരിച്ചങ്ങോട്ട് വെച്ചെടുക്കാം കേട്ടോ. ലൂസൊന്നുമില്ല, എന്നാലും ഒരു ലെവലിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. സംഭവം ഏറെക്കുറെ സെറ്റ് ആയിട്ട് ഇത് തുറക്കാം, ജ്യൂസ് എടുത്ത് കുടിക്കാം. നമ്മളെ ജ്യൂസ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നൈസായിട്ട് ഇതിൽ ഒഴിക്കാം, സർവ് ചെയ്യാം, കുടിക്കാം. ഓക്കെ, നോക്കാം കേട്ടോ. നമ്മളെ ഷെയ്ക്ക് നമ്മളെ കുമ്മിട്ടിയിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് നല്ല പച്ച ഇറുക്കിലെടുക്കാനുണ്ട്. നമ്മളെ കയ്യത്തും ദൂരത്ത് ഇവിടെ ഇറുക്കിലുള്ള ഇടുമെന്ന് എടുക്കാം. എന്തെങ്കിലും തയ്യാണ് നല്ല പച്ച ഇറുക്കിലെടുത്തിട്ട് നമുക്ക് അവിടെ കുത്തി വെക്കാം. അത് നമ്മൾ ഈ ഇറുക്കിൽ വെച്ചാണ് കണക്ട് ചെയ്യാൻ പോകണ്ട. ഇത് നമ്മളെ ഗ്ലാസ് റെഡി, നമ്മളെ ജ്യൂസിൻ്റെ എന്താ പറയുക സർവ് ചെയ്യാനുള്ള നമ്മളെ കുമ്മട്ടി റെഡി, ജ്യൂസ് ഇവിടെ റെഡി. വാ, സെറ്റല്ലേ? ഓക്കെ, പക്കയുണ്ട്, നല്ല സ്മൂത്തായിട്ട് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഡയരിപ്പ് വെച്ച് അരിച്ചെടുത്തേക്കാണ്, കുരുവും കാര്യങ്ങളൊന്നും ഇല്ലാതെ. കാരണം നമ്മൾ ഇതിലൊഴിക്കുന്നതല്ലേ, ഇതൊക്കെ ഇതിലൊഴിക്കാനുള്ളത് കൊണ്ട് ഇതിൽ കൂടി കറക്റ്റായിട്ട് വരണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിക്കാണ് ഒഴിച്ചേക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിക്കാം. മേ ബി തള്ളിപ്പോരാൻ ചാൻസ്, നോക്കാം. തള്ളിപ്പോരാൻ ചാൻസ് ഇല്ല, നല്ല ഒഴിക്കാം. ഇത് നമ്മൾ ജ്യൂസ് ഇതിൽ ഒഴിക്കാം കേട്ടോ. അരെ വാ, ഇതിൻ്റെ ഏകദേശം പാട് കിട്ടിയിട്ടുണ്ട്. ആ പാടിനോട് ചേർത്തിട്ട് ഇങ്ങനെയല്ലല്ലോ. യെസ്, സെറ്റ്. ഓ സെറ്റ്, നമ്മളെ കുമ്മട്ടി സർവിങ് മെഷീൻ റെഡി. അടിപൊളിയല്ലേ? ഓക്കെ, ഇനി നേരെ തുറന്നു കഴിഞ്ഞാൽ നമ്മളെ ജ്യൂസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ നമ്മൾ അങ്ങനെ എടുക്കുന്നില്ല, ആദ്യം ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസ്സിലേക്ക് സർവ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ പൈപ്പ് കുമ്മട്ടി റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ടീ കുമ്മട്ടി റെഡി ആയിട്ടുണ്ടെന്നൊക്കെ പറയാം. തുറക്കാം, ജ്യൂസ് വരുമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഓക്കെ, പൈപ്പ് ഈ ഗ്ലാസ് വെച്ചോ, നമുക്ക് സർവ് ചെയ്യാനുള്ള ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് തുറന്ന് നോക്കാം. യെസ്, എവിടെ വരുന്നില്ലല്ലോ. നമ്മള് ജ്യൂസ് പൈപ്പിൽ നിന്ന് വരണ്ടേ, ഇനി ഫ്ലോ കുറവായിരുന്നു. അപ്പോൾ തുറന്നു പൈപ്പ് തുറന്നു. ഓക്കെ, ആഹാ, ഓക്കെ, മതി. പൂട്ട്. ഓ അടിപൊളി. ഇതൊക്കെ പക്കയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ രണ്ടാമത് പൈപ്പ് ഊരണ്ടി വന്നത്, അതുകൊണ്ട് പക്കയായിട്ട് നിൽക്കുമെന്നുള്ളത് ഡൗട്ടോണ്ടർ ജസ്റ്റ് കൈ പിടിച്ചേട്ടാ. സംഭവം ഫുള്ള് സെറ്റ് കേട്ടാ. നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നല്ല രീതിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൊരു കുറേ നാളെ പണ്ടോട്ടേ വിചാരിക്കണം, നമ്മൾ ചാല് തുടങ്ങിയ ടൈം തൊട്ട് വിചാരിക്കണം ഇങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുമ്പിട്ടിക്ക് അല്ലെങ്കിൽ ജ്യൂസ് എടുക്കണം, ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. പക്ഷേ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോഴാണ് നമുക്ക് പറ്റിയത്. ഇപ്പോൾ നോമ്പാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പായിട്ട് സ്പെഷ്യലായിട്ട് വലിയ സ്പെഷ്യലൊന്നല്ലെങ്കിലും കുമ്പിട്ടിക്കും പാലൊക്കെ ഒഴിച്ച് അടിച്ച് നോക്ക്, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ കുടിച്ച് നോക്കണ്ടേ, അല്ലാണ്ട് ഇപ്പോൾ ടേസ്റ്റ് ആയിരിക്കും എന്നുകൊണ്ട് കാര്യമില്ലല്ലോ അല്ലേ? നമുക്ക് കുടിച്ച് നോക്കണ്ടേ. നൈസായിട്ട് തുറക്കാം. വേറൊരു കമ്പുണ്ട്, എനിക്ക് കുടിക്കാവില്ല, ഇപ്പം കുടിക്കാവില്ല, നോമ്പാണ്. അപ്പോൾ നമ്മൾ അരും കുടിച്ചിട്ട് പറയുന്നതായിരിക്കും എങ്ങനെ ഉണ്ടെന്നുള്ളത്. പറഞ്ഞേ അരുൺ നമ്മൾ ക്യാമറമാനായിട്ട് ഇപ്പോൾ ക്യാമറ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അരും കുടിച്ചിട്ട് ചോദിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. സംഭവം സെറ്റിട്ടാ. അരുണേ, ഇനി നമ്മൾ ജ്യൂസ് അങ്ങോട്ട് കുടിച്ചോ, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം നമ്മളെ വെച്ചവർക്ക്. ഓക്കെ, നമുക്ക് നോമ്പ് തുറന്നിട്ട് കുടിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മൾ അരുണിനോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നമ്മളെ കുമ്പട്ടിയുടെ സെറ്റാണ്ടോ.
കളറൊക്കെ നല്ല സുന്ദി കാഴ്ചയിലിട്ടാ ശരിക്കും ശരിയാണോ അല്ലെങ്കിൽ മറ്റാണോ എന്നിട്ട് ഇടയിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടോ? ശരിക്കും ഉണ്ടോ? കാര്യം പറ. നമ്മളെ കുമ്മട്ടിങ്ങ അതിൽ പാലൊഴിച്ച് പഞ്ചസാര ഇട്ട് അത്രേ ഉള്ളു. സിമ്പിൾ സംഭവമാണ്. അപ്പോൾ എന്തായാലും ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നോമ്പൊക്കെ അല്ലേ? ഷേക്കിൻ്റെ ടേസ്റ്റ്. ഐസ്ക്രീം ഇടാറുന്നല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഇതിൻ്റെ വേറൊരു ടൈപ്പ് ഓഫ് സാധനം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ സംഭവം തന്നെ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ കുമ്മിട്ടിങ് ഈ പൈപ്പ് എന്ന് പറയുന്ന സിസ്റ്റം ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയെന്നുള്ളൂ. പിന്നെ വെയിലായതുകൊണ്ട് തന്നെ കുമ്മിട്ടിങ്ങാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും വാങ്ങുന്നതും കുടിക്കുന്നതും. നല്ല രീതിക്ക് സെയിലുള്ളൊരു സംഭവമാണ്. പിന്നെ മാത്രമല്ല നല്ല കുടിച്ചാൽ നമുക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നത് കുമ്മിട്ടിക്ക് തന്നെയാണ്. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ കുറച്ച് മുമ്പ് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടാവാം. എന്താ ശരിക്കും സൂപ്പറാണ്. അപ്പോൾ നോമ്പറക്കുമ്പോൾ കുടിച്ചാൽ ഉണ്ടാവും. നല്ലതായിരിക്കോ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നോമ്പറക്കുമ്പോൾ നോക്കാം. കുടിച്ച് നോക്കാണ്ട് എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മളെ ഐറ്റം നമ്മൾ നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് കുറെ നേരമായി. ഇപ്പൊ ഏകദേശം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായി. ഇപ്പോഴാണ് നമ്മ കുടിച്ച് നോക്കാൻ പോണത്. കുറച്ച് തിരക്കിലായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പാലിനെയും എല്ലാത്തിനും നമ്മൾ കേട്ടിട്ടുണ്ട് കുമ്മട്ടിങ്ങള്. അടിപൊളിയുണ്ടാ. അപ്പൊ എന്തായാലും നോമ്പുറക്കാനൊക്കെ നമ്മ ഉദ്ദേശം വല്ല പറ്റും. അല്ല ഇല്ലെങ്കിലും പറ്റൂട്ടാ. അങ്ങനല്ലേ പറഞ്ഞത്. ചെറിയ ചെറിയ കുഞ്ഞു തരിപ്പൊക്കെ ഉണ്ട്. വലിയ പീസും കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടാണ് ശേഷം മിക്സിലിട്ട് അടിച്ചതിന് ശേഷം അരിപ്പ് വെച്ച് അരിച്ചെടുത്തിട്ടാണ് നമ്മൾ കുമ്മട്ടിങ്ങൽ വെച്ചത്. അതിൽ നിന്നാണ് പൈപ്പ് തുറന്നിട്ട് ഇതിലേക്ക് എടുത്തിട്ടാ. അപ്പൊ എന്തായാലും സംഭവം സെറ്റാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്തോ. അലമ്പില്ല, അടിപൊളിയാണ് മച്ചാമാരെ. നമ്മൾ ഈ പൈപ്പ് കുമ്മട്ടിങ്ങ അടിപൊളിയാണെന്നാണ് നമ്മൾ അരും പറഞ്ഞത്. നല്ല ഇഷ്ടമായിന്നാണ് അവനക്ക് പറഞ്ഞത്. ഞാൻ കുടിച്ചു നോക്കിയില്ല. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ കുടിക്കുന്ന പാർട്ട് കണ്ടു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ ലാസ്റ്റ് ഔട്ടർ കാണുന്നത്. അപ്പോൾ എന്താണ് ടേസ്റ്റ് എന്നുള്ളത് ഞാൻ ഇപ്പൊ കണ്ടു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇതിൽ നല്ല നല്ല എക്സ്പെരിമെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡിൻ്റെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. മച്ചമാരെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെ ഷോർട്സും അതുപോലെ തന്നെ ഇനി ചെയ്യാൻ പോകുന്ന റീൽസും നമ്മളൊക്കെ നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ താഴെ ഇതാണ് നമ്മളെ അക്കൗണ്ട്. ഫോളോ ചെയ്യാത്ത മച്ചാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. കിടിലൻ ഷോർട്സും റീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തരാം. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ MTFE കാര്യം ആരും മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യുക.